സർ, ഏറ്റവും ഒടുവിൽ ഇതാ തന്ത്രി കണ്ഠരര് രാജീവരെ കുറിച്ച് CPM സംസ്ഥാന അധ്യക്ഷൻ MV ഗോവിന്ദൻ പറഞ്ഞിരുന്ന വാക്കുകളാണ് ചർച്ചയാവുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, തന്ത്രി കണ്ഠരര് രാജീവര് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ പെടുത്തേണ്ടയാളാണ് എന്ന്. എങ്ങനെ വിലയിരുത്താം MV ഗോവിന്ദന്റെ ഈ പ്രസ്താവനയെ? അത്ര വലിയൊരു മോഷണം തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമലയിൽ നടത്തിയിട്ടുണ്ട് എന്നാണോ CPM പറഞ്ഞു വയ്ക്കുന്നത്? അല്ല, CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് പ്രതിപ്പട്ടികയിലുള്ള ആളാണ്, അല്ലെ? പ്രതിപ്പട്ടികയിലുള്ള ആളായതുകൊണ്ട് അദ്ദേഹവും പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റിലുള്ള ആളെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ രണ്ട് പ്രതിപ്പട്ടികകളിലായിട്ട് കുറെ ആളുകളുണ്ട്. 13, 15, 14, 16 പേരോളം ഉണ്ട് രണ്ട് പട്ടികയിലായിട്ട് വരുന്നത്. അപ്പൊ ആ പട്ടികയിൽ പെടുന്നത് കൊണ്ട് പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ആളാണെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാക്കി ആ പട്ടികയിലുള്ളവരെല്ലാവരും അതേ ആ ഗണത്തിൽ വരുമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. പാർട്ടിയുടെ ആളുകളും ഉണ്ട്, അല്ലേ? പാർട്ടിയുടെ പ്രമുഖന്മാരായ നേതാക്കന്മാരുണ്ട് അവിടെ, MLA അടക്കമുള്ള ആളുകൾ, മുൻ MLA ആയിട്ടിരുന്ന ആള് വരെ അടക്കമുണ്ട് അതിനകത്ത്. അപ്പൊ അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാവർക്കും കൂടെ ചേർത്ത ഒരു പ്രയോഗം നടത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തന്ത്രിയെ അദ്ദേഹം എടുത്തു പറയാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരും തന്ത്രിയെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇതുവരെ പോറ്റിയായിരുന്നു. ഇതുവരെ നമ്മുടെ ചിത്രത്തില് പാട്ടുകളിലും ഒക്കെ ഉണ്ടായിരുന്നത് പോറ്റിയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന പാട്ടായിരുന്നല്ലോ വളരെ പോപ്പുലർ ആയത്. ഇടതുപക്ഷ സർക്കാരിനെതിരെ വളരെ ശക്തമായ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചൊരു പാട്ടും അത് തന്നെയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം ശബരിമലയിൽ വന്നു, കൊള്ളയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തു എന്നുള്ള ഇതായിരുന്നു. അതിന് LDFന്റെ ഭരണസമിതിയായിരുന്നല്ലോ കാരണം അന്ന് ഭരിച്ചുകൊണ്ടിരുന്നതും. ശബരിമലയിലെ ഭാരവാഹികളും അതിൽപ്പെട്ട ആളുകളായിരുന്നു. പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുന്നതും അത്തരത്തിലുള്ള ഭാരവാഹികളാണ്. അതുകൊണ്ട് പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ടായിരുന്നു അന്ന് കേരളം മുഴുവൻ അലയടിച്ചത്. പക്ഷെ പോറ്റി തൽക്കാലം രംഗത്ത് നിന്ന് മാറുകയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ പോറ്റിയെ ഒന്ന് പുറകിലേക്ക് മാറ്റി നിർത്തുകയാണ്. കാരണം പോറ്റിക്കെതിരെയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പോറ്റിയെ കൊണ്ടുണ്ടാകാവുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാവുന്ന കാര്യങ്ങളുടെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പൊ തന്ത്രിയെ മുന്നിലേക്ക് കയറ്റി നിർത്തുകയാണ്. അതാ നോക്കുക എത്ര കൃത്യമായിട്ടാണ് വരുന്നത്. ഉന്നത കുലജാതരൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നു, അല്ലേ? സാധാരണക്കാരനോ പാവപ്പെട്ടവനോ അല്ല, എല്ലാം ഉന്നത കുലജാതരാണ്. ഒന്നുകിൽ പോറ്റി അല്ലെങ്കിൽ തന്ത്രി, ഇത്തരത്തിലുള്ള ആളുകളിലേക്കാണ് വരുന്നത്. ഇപ്പൊ തന്ത്രിയിലേക്കാണ് വരുന്നത്. എല്ലാവർക്കും തന്ത്രിയോടാണ് സ്നേഹവും, ചിലർക്ക് തന്ത്രിയോട് വിരോധവും. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ശബരിമല തന്ത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ ആരാധ്യനായ ആളാണ് അദ്ദേഹം. ശബരിമലയിലെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. അതേപോലെ തന്നെ ഒരുപാട് മഹാക്ഷേത്രങ്ങളിലേക്ക് താന്ത്രിക അവകാശമുള്ള ആളാണ്. അങ്ങനെയുള്ള കണ്ഠരര് രാജീവര് ഈ പ്രതിപ്പട്ടികയിൽ വന്നിട്ടുണ്ട്. അതായത് സ്വന്തം അച്ഛൻ പ്രതിസ്ഥാനീയനാണെങ്കിൽ മറ്റേ മകന്റെ സ്ഥാനമാണല്ലോ അയ്യപ്പസ്വാമിക്കുള്ളത്. അദ്ദേഹത്തിന്റെ സ്വത്തുവകകളൊക്കെ കൊള്ളയടിക്കപ്പെട്ട കേസില് അദ്ദേഹവും പ്രതിപ്പട്ടികയിലുണ്ട്. 41 ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് പുറത്തിറങ്ങി തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അന്നത്തെ ജാമ്യ ഉത്തരവിൽ വന്ന വാചകങ്ങളാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പം ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നത്. അതാണ് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനകത്തില് തന്ത്രിയെ അനുകൂലിച്ചു വന്ന ആളുകൾ എന്ന് പറയുന്നത് UDF ആണ്. UDFും BJP സ്വാഭാവികമായിട്ട് BJP അക്കൂട്ടത്തിൽ ഉണ്ട്. അവർ രണ്ടുപേരുമാണ് തന്ത്രിക്ക് അനുകൂലമായിട്ട് ഈ വിധിയെ വ്യാഖ്യാനിക്കുന്നത്. അതായത് തന്ത്രിക്ക് കൊടുത്ത ജാമ്യ ഉത്തരവില് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ചില പരാമർശങ്ങൾ അതിനകത്ത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞത്, ഇതുവരെ തെളിവിന്റെ ഒരു കണിയെ പോലും തന്ത്രിക്കെതിരെ സ്ഥാപിച്ചെടുക്കാൻ SITക്ക്, അതായത് അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിഞ്ഞിട്ടില്ല. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിട്ട് പറയുന്നത്. തന്ത്രിക്കെതിരെ ഒരുപാട് ചാർജ് ഷീറ്റുകൾ SIT പറഞ്ഞുവെങ്കിലും ഒന്നിൽ പോലും അദ്ദേഹത്തെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധപ്പെടുത്താവുന്ന ഒരു തെളിവുകളുമില്ല. നിങ്ങൾ ഹാജരാക്കിയിരിക്കുന്ന പ്രോസിക്യൂഷൻ വാദം അതായിരുന്നു, സർക്കാർ വാദം അതായിരുന്നു. അപ്പൊ തന്ത്രിയുടെ സ്വാഭാവികമായിട്ട് തന്ത്രിക്ക് പ്രതിഭാഗത്തിന് വേണ്ടി അദ്ദേഹത്തിനും പ്രമുഖനായ ഒരു അഭിഭാഷകനാണ് ഹാജരായ ശേഷം വാദങ്ങൾ നടന്നു. ശക്തമായ വാദമാണ് നടന്നത്. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദങ്ങളെയെല്ലാം
തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചു കിട്ടിയത്. അപ്പൊ ഒരു തെളിവുമില്ലാതെ തന്ത്രിയെ 41 ദിവസം എന്തിന് കസ്റ്റഡിയിൽ വെച്ചു? അതായിരുന്നു കോടതിയിൽ വന്ന ഉത്തരവിനകത്ത് ഒരു പൊതു വിലയിരുത്തലായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിനെയാണ് ഇപ്പൊ ആയുധമാകുന്നത്. ഇതൊരു ജാമ്യ ഉത്തരവാണ്. അത് മനസ്സിലാക്കുന്നത് ഒരു ജാമ്യ ഉത്തരവ് മാത്രമാണ്. മറ്റു ചില പ്രതികളൊക്കെ 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 5-6 പ്രതികളോളം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പൊ തന്ത്രിക്ക് മുൻകൂട്ടി, അതായത് 90 ദിവസം കിടക്കാതെ 41ാമത്തെ ദിവസം അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് മറ്റേ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാറും ഇതേപോലെ 52 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് ഈ ഉത്തരവ് ഇറക്കിയെങ്കിലും, അതായത് ഒരു തെളിവും തന്ത്രിക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞ് ഉത്തരവ് ഇറക്കിയെങ്കിലും കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്ന കണ്ടീഷൻസ് നോക്കുക. വളരെ വ്യക്തമായ കണ്ടീഷൻസോടെ, അതായത് കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് ജാമ്യ വ്യവസ്ഥകളോടെയാണോ ജാമ്യം കൊടുത്തിരിക്കുന്നത്, അതേ വ്യവസ്ഥകൾ തന്നെയാണ് തന്ത്രിക്കും കൊടുത്തിരിക്കുന്നത്. വ്യവസ്ഥകളോട് തന്നെയാണ് തന്ത്രിക്കും ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതായത് 1-ാം പ്രതിയുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. 1-ാം പ്രതിയോടെ പറഞ്ഞത് വേണം ആഴ്ചയിൽ 2 ദിവസം വന്ന് ഒപ്പിടണം, ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വന്ന് ഒപ്പിടണം, പത്തനംതിട്ട ജില്ലയിൽ, അതായത് ശബരിമല ക്ഷേത്രം നിൽക്കുന്ന ശബരിമലയിൽ കടക്കരുത്, കേസിനെ സംബന്ധിച്ച് ആരോടും സംസാരിക്കുകയോ അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്യരുത്, അങ്ങനെയൊക്കെ കർശനമായ വ്യവസ്ഥ വെച്ചിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പോറ്റിക്ക് കൊടുത്തിരിക്കുന്ന അതേ വ്യവസ്ഥകളാണ് തന്ത്രിക്കും കൊടുത്തിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല പ്രശ്നം. അവർക്ക് ഇതൊന്നുമല്ല പ്രശ്നം. കാരണം ഈ കേസ് ഇനി മാർച്ച് 31 മാത്രമേ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ മുമ്പാകെ എത്തുന്നുള്ളൂ. അപ്പൊ അവരോട് പറഞ്ഞിരിക്കുകയാണ്, മാർച്ച് 31 മുമ്പായിട്ട് ഇതിന്റെ കുറ്റപത്രം ഇവിടെ കൊണ്ടുതരണം, അദ്ദേഹം ദേവസ്വം ബെഞ്ച് മുമ്പാകെ ഹാജരാക്കണമെന്ന്. അപ്പൊ മാർച്ച് 31 വരെയുള്ള തീയതിയുണ്ട്. മാർച്ച് 31 എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷെങ്കിൽ ഏപ്രിൽ 2-ാം വാരത്തിലോ 3-ാം വാരത്തിലോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ മാർച്ചിന് മാസം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സമയമാണ്. തെരഞ്ഞെടുപ്പ് ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് പോറ്റിയെ വേണമെങ്കിൽ ഒന്ന് മാറ്റി നിർത്തുകയോ എന്നിട്ട് തന്ത്രിയെ മുന്നിലേക്ക് കൊണ്ടുവരാം, അല്ലെ? വലിയ വീണ് കിട്ടുന്ന വലിയൊരു അവസരമായിട്ട് അത് ബി ജെ പിയും UDF-ഉം ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വന്നത്. അവര് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ, ഒരു ആവശ്യവുമില്ലാതെ ശബരിമലയിലെ ഇത്രയും ആരാധ്യനായ തന്ത്രിയെ എന്തിന് അറസ്റ്റ് ചെയ്ത് ഇതാ ഒരു ജാമ്യ ഹർജി നിങ്ങൾ കണ്ടില്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റേ ഉത്തരവുകളൊക്കെ കേസിന്റെ വിചാരണയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം കഴിയും, തെരഞ്ഞെടുപ്പും കഴിയും. ആരെങ്കിലുമൊക്കെ അധികാരത്തിലുള്ള പക്ഷെങ്കിൽ LDF-ഓ UDF-ഓ BJP-ക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ അവർക്ക് നിർണായകമാകാവുന്ന ഒരു സർക്കാരോ ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ മാർച്ച് മതി. മാർച്ച് എന്നുള്ള പീരീഡിലോ അല്ലെങ്കിൽ ഏപ്രിലിന്റെ ഫസ്റ്റ് വീക്കിലോ മതി അവരെ. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പോറ്റി തന്ത്രി അത്രയും കാലത്തേക്ക് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു കളവൊരുക്കാണ് നടക്കുന്നത്. ഇത് ആദ്യം ചോദിച്ച ചോദ്യം, LDF-ന്റെ പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ വെച്ച മറ്റാണ് അഭിപ്രായപ്രകടനം നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അങ്ങ് പറയുകയാണ്, പ്രതിപ്പട്ടികയിലുള്ള ആളല്ലേ, അപ്പൊ അത് പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന ആളല്ലേ എന്ന് കൃത്യമായിട്ട് അങ്ങ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. LDF ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു ജാമ്യം മാത്രമേ ആകുന്നുള്ളൂ. അത് തന്നെയല്ല ബഹുമാനപ്പെട്ട, അവരാരും അറിയുന്നില്ല, പാർട്ടിയോ മറ്റാർക്കോ ഈ അന്വേഷണത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നില്ല. കള്ളന്മാരെ മാത്രമല്ലേ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു സൂചന ഈ ബാക്കിന്ന് വരുന്നത്. അല്ലാതെ വെറുതെ പോകുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശബരിമല തന്ത്രിയാണെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു നിരപരാധിയെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല, SIT അറസ്റ്റ് ചെയ്യത്തില്ല. അവർ വളരെ കൃത്യമായിട്ട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ തെളിവുകൾ, കോടതി മുമ്പാകെ തെളിവുകളാണല്ലോ വേണ്ടത്. തെളിവുകളുടെ അഭാവം കൊണ്ടോ അതല്ലെങ്കിൽ SITക്ക് എല്ലാ കാര്യങ്ങളും ഒരു ജാമ്യം കേൾക്കുന്ന കോടതിയിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ അവർക്ക് മറച്ചു വെക്കേണ്ടി വരും. അല്ലാതെ എല്ലാം ജാമ്യ ഹർജിയിൽ കേൾക്കുന്ന കോടതി മുമ്പ് ഹാജരാക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ വല്ല കുറവാണോ അല്ലെങ്കിൽ SIT അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വല്ല റിസർവേഷൻസ് ഏർപ്പെടുത്തിയതാണോ എന്നറിയത്തില്ല. എന്തായാലും ജാമ്യം കിട്ടി ഇപ്പൊ തന്ത്രി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു രാഷ്ട്രീയ യുദ്ധമായിട്ട് വരും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് തൽക്കാലം മാറി നിൽക്കും. അതിന് പകരം തന്ത്രിയെ ആര് കയറ്റി, എന്തിനു കയറ്റി എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യമായിട്ട് അതായത് ഇതിനൊരു ബദൽ പാട്ടായിട്ട് വരാൻ പോകുന്നത്. അത് BJP-യും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു മറുമരുന്ന്
മറുമരുന്ന് അഡ്വാൻസ് ആയിട്ടൊക്കെ വരട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. യെസ്, അത് തന്നെയാണ്. എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവർക്ക് അല്പം ആശ്വാസം എന്ന രീതിയിലാണ് ജാമ്യ വാർത്തയെ നമ്മളൊക്കെ കണ്ടത് കേട്ടത്. പക്ഷെ അങ്ങനെയല്ല, കണ്ഠരര് രാജീവർക്കെതിരായ കുരുക്ക് കൂടുതൽ മുറുകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ഇനി അന്വേഷിക്കേണ്ടതും. അത്തരത്തിലാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്കും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.